ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാരി ബിസ്ക്കറ്റും 3 മുട്ടയും കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്വീറ്റാണ്. ഈ മാരി ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് ആരോ റൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ബിസ്ക്കറ്റൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 3 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 250 ml പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അധികം തിക്കായി പോകരുത്, ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ കാരമലൈസ് ചെയ്യലാണ്. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കാരമലൈസ് ചെയ്യാനായിട്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ കളറായി വരണം കേട്ടോ. ഇത് ഇടയ്ക്ക് നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി ആ ഗോൾഡൻ കളറും കൂടെ ഒന്ന് വന്നാൽ മതി. ഇപ്പോൾ ഷുഗർ നന്നായി കാരമലൈസ് ആയിട്ടുണ്ട് കണ്ടോ. നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഏത് ട്രേയിലേക്കാണോ നമ്മൾ ഒഴിക്കുന്നത് ആ ട്രേയിലേക്ക് നമ്മൾ ഉടൻ തന്നെ ഇത് പകർത്തണം. ഇല്ലെങ്കിൽ ഇത് സെറ്റായി പോകും. ഞാനൊരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാരമലൈസ് ചെയ്ത് ഷുഗർ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആവണം കേട്ടോ. ഇനി നമുക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി സെറ്റായതിന് ശേഷം വേണം നമുക്ക് ബിസ്ക്കറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ ഷുഗർ കാരമലൈസ് ചെയ്തത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ബിസ്ക്കറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ ആവി കയറ്റാനുള്ളത് കൊണ്ട് ഇതിലേക്ക് ആവി വെള്ളം വീഴാതിരിക്കാൻ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് നമുക്ക് കവർ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറോ എന്തിലാന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് അലൂമിനിയം ഫോയിൽ എടുത്തു മാറ്റാം. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പുഡിംഗ് പുറത്തേക്ക് എടുത്തു. നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചതുകൊണ്ട് കണ്ടോ ഒട്ടും ആവി വെള്ളം ഇതിൽ വീണിട്ടില്ല. ഇനി ഇത് നന്നായി സെറ്റായതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ഇതൊന്ന് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് കട്ട് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ കണ്ടോ. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം.
നമ്മളിത് ചെയ്തിരിക്കുന്നത് വെറും 15 ബിസ്ക്കറ്റും 3 മുട്ടയും 250 ml പാലും കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ജുലീനാസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.